ഇനി പാലക്കാട് കോട്ടയുടെ ഒരു സ്ഥലത്താണ്. ഈ സ്ഥലം വളരെ ദുരൂഹമായൊരു മാതിരി ഇങ്ങനെ സ്ഥലം. ഞാൻ തണൽ കണ്ടിട്ട് ഇങ്ങോട്ട് പോകുന്നതാണ്. അതിൻ്റെ ഇടയിൽ ഒരു കോള് വന്നപ്പോൾ വീഡിയോ കട്ടായപ്പോൾ കോൾ അറ്റൻഡ് ചെയ്തപ്പോൾ ഒരാളുടെ കാര്യം ആണ്. അയാൾക്ക് എന്തോ ഒരു പേപ്പർ ഇവിടുന്ന് വാങ്ങാൻ വേണ്ടി പാലക്കാട് നിന്ന്. ഓക്കെ, എനിവേ, അപ്പോൾ നമുക്ക് കഴിയാവുന്ന സഹായം നമുക്ക് ചെയ്ത് കൊടുക്കാമല്ലോ. ഈ തണലത്തൊന്ന് മാറി നിൽക്കട്ടെ. വീണ്ടും റെക്കോർഡിങ് ആരംഭിക്കുകയാണ്. ഇതുവരെയുള്ള റെക്കോർഡിങ്ങിൽ ഞാനൊന്നും പറഞ്ഞില്ല. കുറേ സ്കൂൾ കുട്ടികളുണ്ട് ഇവിടെ. അതിൻ്റെ ബഹളത്തിൻ്റെ ഇടയിലൊന്നും കേൾക്കില്ല. കുട്ടികൾ എവിടെ നിന്ന് വന്നാൽ അതും ചോദിച്ചില്ല ഞാൻ. പുരാതനമായ ബിൽഡിങ്ങുകൾ. പണ്ട് ഇവിടെ ജയിലായിരുന്നു. ഇപ്പോഴും ജയിലുണ്ടോയെന്ന് അറിയില്ല. പക്ഷേ ഇങ്ങനെ ഇടിഞ്ഞു പൊളിഞ്ഞ ഇതിലൊന്നും ജയിൽ വെക്കില്ല ഇവർ. ജയിൽ മാറ്റിയിട്ടുണ്ടാവും. കാരണം അത്രയും വീക്കായൊരു ബിൽഡിങ്ങാണ്. ആളുകൾക്ക് ചാടിപ്പോകാൻ വളരെ സൗകര്യമുള്ള ഈ ജയിലായിരുന്നുവെങ്കിൽ. മുമ്പുണ്ടായിരുന്നു ഇവിടെ ജയിൽ, എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ എന്നാണത് മാറ്റിയത് എന്നുള്ളത് നമുക്കറിയുന്നില്ല. ഓരോ നിർമ്മിതികൾ പഴയ നിർമ്മിതിയാണ്. എത്ര കൊല്ലം പഴക്കമുണ്ടെന്നുള്ളത്. മേലെ ഓടകളുണ്ട്. ഉള്ളിലേക്ക് ചൂട് വരാതിരിക്കാനുള്ള ഓടുകൾ, മേച്ചിലോട്. ഒരു ഓട് മുകളിലുണ്ട്, ഇന്നർ ലെയർ വേറെ ഓടുണ്ട്. ചൂട് വരില്ല. കുട്ടികളൊക്കെ എക്സ്കർഷനായിട്ട് എന്താ ചെയ്തോ സ്കൂളിൽ നിന്ന് വന്നതാണ്. ഈ പരിസരത്ത് പുകവലി കർശനമായി നിരോധിച്ചിരിക്കുന്നു. ഉദ്യാൻ ശാഖ, ഉപവിഭാഗ്, ഹോർട്ടിക്കൾച്ചർ ബ്രാഞ്ച്, സബ് ഡിവിഷൻ, ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ. ഒരു ജോലിക്കാർ ഊണ് കഴിക്കണം അതിൻ്റെ ഉള്ളിൽ. ഇതൊരു മയിലുണ്ട് ഇവിടെ. പെൺമയിലാണ്. മുട്ടിട്ടിരിക്കുന്നുണ്ട്. ആളുകളൊക്കെ കൂടിയിരിക്കുന്നുണ്ട്. താലൂക്ക് സപ്ലൈ ഓഫീസുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. പാലക്കാട് താലൂക്ക്. താലൂക്ക് സപ്ലൈ ഓഫീസ് ഇതിൻ്റെ ഉള്ളിലാണ്. അതാണ് ജയിലല്ല, ഇപ്പോൾ സപ്ലൈ ഓഫീസാണ്. കുട്ടികൾ എന്തൊക്കെയോ റിഫ്ലക്ടറൊക്കെ വെച്ചിട്ട് നല്ല ഷൂട്ടിങ്ങിലാണ്. അതിന് പ്രത്യേക പെർമിഷൻ വേണമെന്ന് തോന്നുന്നുണ്ട്. ഇനിവേ അവരോട് ചോദിച്ചറിയാം. എന്തോ ഒരു മ്യൂസിയം പോലെ എന്തോ ഒരു സാധനം അടച്ചിട്ട് കാണുന്നുണ്ട്. ഇൻഫർമേഷൻ ഗാലറിയാണ്. വിവരദാനശാല. അത് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ഇതിൻ്റെ മുമ്പിൽ കുറച്ച് ശില്പങ്ങൾ പോലെയൊക്കെ വെച്ചിട്ടുണ്ട്. കരിങ്കല്ലുകളുടെ സ്തൂപങ്ങളൊക്കെ. വിവരദാനശാല. അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ ശില്പങ്ങളൊക്കെ കാണുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ കൂടെ നോക്കിയാൽ കാണില്ല. ക്ലോസ്ഡ്. സുഖമായിട്ട് ഇടാനുള്ള പാത്രങ്ങളുണ്ട്. ഡ്രൈ വേസ്റ്റ്, വെറ്റ് വേസ്റ്റ്, 2 ബിന്നുണ്ട്. ഇങ്ങനെയൊക്കെ ആളുകൾ നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇതിന് ക്ലീനിങ് ഇവിടെ കൃത്യമായിട്ട് നടക്കേണ്ടതാണ്. വലിയ ഒരു പ്ലാസ്റ്റിക്കിൻ്റെയും ഇതിൻ്റെ ഒന്നും വേസ്റ്റൊന്നും കാണാനില്ല. ക്ലീനാണ്. കുട്ടികളുടെ എനർജി ഭയങ്കര എനർജിയാണ്. ഒന്നും ആലോചിക്കാനില്ല. അവർക്ക് എനർജി ഇങ്ങനെ തള്ളി വിട്ടാൽ മതി. ഇതൊക്കെ ശ്രീരംഗപട്ടണത്തെ എവിടെയൊക്കെ പോയ പോലെ ഉണ്ട്. ശ്രീരംഗം
വെയിലുണ്ട്, കടുത്ത വെയിൽ. കർണാടകയിലോ തമിഴ്നാട്ടിലോ പോയ പോലത്തെ വെയിലാണ്. ഇതിൻ്റെ ഉള്ളിൽ സ്വാമിയുടെ എന്തോ ഒരു പ്രതിഷ്ഠ ഉണ്ട്. ഇവിടെ വിളക്കൊന്നും വെച്ച്, വിളക്കുണ്ട്, വിളക്കിൻ്റെ ഓപ്ഷൻ ഉണ്ട്, പ്രതിഷ്ഠയൊന്നും കാണാനില്ല. ഇതൊരു സ്വാമിയാണ്, ഉണ്ടോ? ഒരു വിളക്കിൻ്റെ ഒരു ഓപ്ഷൻ കാണുന്നുണ്ട് അവിടെ. ഇതിനുള്ളിലുള്ള ഹനുമാൻ മന്ദിറാണ്. ഹനുമാൻ മന്ദിറിൻ്റെ മുകൾ ഭാഗമാണിത്. നടന്നിട്ടേ കുഴങ്ങും. കിടങ്ങിൻ്റെ അവിടെ എത്തി. ഒരു റൗണ്ട് അടിക്കണമെങ്കിൽ ഒരു അരമണിക്കൂർ എടുക്കും. ഇത് വളരെ ചെറിയൊരു കവാടം. ഈ കവാടത്തിൽ കൂടെ കുട്ടികൾ വരുന്നത് നോക്കാൻ നല്ല രസമുണ്ട്. കുട്ടികൾ അവിടെ ആവേശമാണ് കുട്ടികൾക്ക്. റീൽസ് ഉണ്ടാക്കാനാവുണ്ട്. നല്ല ക്യാമറയൊക്കെ ഉപയോഗിച്ചിട്ട് നല്ല ഷൂട്ടിങ്ങിലാണ്. ഞാനേ തിരിച്ചിറങ്ങാൻ പോകും. വെയിൽ നല്ല വെയിലാണ്. മഴ പോയിട്ട് വെയിൽ വന്നപ്പോൾ അതിഭയങ്കര വെയിലാണ്. പൊതുവെ പാലക്കാട് ടൗൺ ഭാഗത്ത് നല്ല വെയിലാണ്. റീൽസ് ഷൂട്ടിംഗ്, പിള്ളേർസ്. കുട്ടികളുടെ ബഹളം പോയി. ഇന്നലെ ലഞ്ച് ടൈമായിട്ടുണ്ടാവും.
ഞാൻ തിരിച്ചിറങ്ങി. വെയിലേ, ഭയങ്കര വെയിലാണ്. ഇതിൽ മത്സ്യങ്ങളുണ്ട്. ആമ, ഒരു ആമ പോകുന്നുണ്ട്. ആമയും മീനുകളൊക്കെ ഉണ്ടല്ലോ, കേമന്മാരുണ്ടല്ലോ. നീന്തി നീന്തി നടക്കുന്നുണ്ട്. കാണില്ലേ ആമ? എനിക്ക് ഇതിൽ വെയിലടിച്ചിട്ട് കാണില്ല. ആണ്ട് മൂവിയുണ്ട്. ആമയും ഒരുവിധം വലിയ മത്സ്യങ്ങളൊക്കെ ഉണ്ട്. ആമ ഇങ്ങനെ മമ്മ നീന്തിയാണ് അമ്മ വെള്ളത്തിൽ കളിക്കണ ആമ വെള്ളത്തിൽ കളിക്കണ ആമയ്ക്ക് വെള്ളത്തിൽ കളിക്കണം ആമയുടെ വെള്ളത്തിൽ കളിക്കണം ആമകൾ കുറേ ഉണ്ട്. വെയിൽ വരുമ്പോൾ ഇങ്ങനെ പുറത്തേക്ക് വരുന്നുണ്ട്.